പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. UAE-യിൽ പുതിയ ഇൻഷുറൻസ് നിയമം ഫെബ്രുവരി 15 മുതൽ പ്രാബല്യത്തിൽ വരും. ഇനി ഇടനിലക്കാരെ ഒഴിവാക്കി ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പണമടയ്ക്കാം. പ്രീമിയം ശേഖരിക്കാൻ ബ്രോക്കർമാരെ സെൻട്രൽ ബാങ്ക് ഓഫ് UAE അനുവദിക്കുന്നു. എന്നാൽ പോളിസി ഉടമകൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നേരിട്ട് പണമടയ്ക്കാൻ സൗകര്യം ഒരുക്കുന്നത്. ഇതുമൂലം കാലതാമസവും സാമ്പത്തിക തിരിമറിയും ഒഴിവാക്കാനാകും. ഇൻഷുറൻസ് കമ്പനികളുടെ വെബ്സൈറ്റ് മുഖേന ഇതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ലെയിമുകളും പ്രീമിയം റീഫണ്ടും കമ്പനികളിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിന് ലഭിക്കും. ലൈസൻസുള്ള പ്രൊഫഷണലുകൾ മാത്രമേ ഇൻഷുറൻസ് സേവനത്തിൽ ഏർപ്പെടാവൂ എന്നും നിബന്ധനയുണ്ട്. ഉപഭോക്താക്കൾ പണമിടപാട് നേരിട്ട് നടത്തുന്നതിനാൽ മറ്റു ജോലികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബ്രോക്കർമാർക്ക് സാധിക്കും. ഇൻഷുറൻസ് അടയ്ക്കുന്നവരുടെ ഡാറ്റ 10 വർഷത്തേക്ക് സൂക്ഷിക്കണമെന്ന നിബന്ധനയും പുതിയ നിയമത്തിലുണ്ട്. പുതിയ തീരുമാനത്തിലൂടെ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ എയർ ടാക്സിയുടെ ആദ്യ മാതൃക പുറത്തുവിട്ടു. 2026 ആദ്യപാദത്തിൽ എയർ ടാക്സി പറന്നു തുടങ്ങും. ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ പങ്കാളിത്തത്തിൽ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ് എയർ ടാക്സിയുടെ മാതൃക പുറത്തുവിട്ടത്. മ്യൂസിയത്തിൽ നടന്ന എക്സിബിഷനിലാണ് സന്ദർശകർക്കായി എയർ ടാക്സിയുടെ മാതൃക അവതരിപ്പിച്ചത്. ജോബി ഏവിയേഷനാണ് പറക്കം ടാക്സി വികസിപ്പിച്ചത്. 2026 ആദ്യപാദത്തിൽ ഈ ടാക്സികൾ പറന്നു തുടങ്ങും. വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിംഗും സാധ്യമാകുന്ന എയർ ടാക്സികൾ സുരക്ഷാ കാര്യത്തിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തും. പൈലറ്റ് അടക്കം 4 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം. മണിക്കൂറിൽ 322 കിലോമീറ്റർ വേഗത്തിൽ 161 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഈ എയർ ടാക്സികൾക്ക് സാധിക്കും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഡൗൺടൗൺ ദുബായ്, ദുബായ് മറീന, പാം ജുമേറ എന്നിവയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റൂട്ടുകളിലായിരിക്കും ആദ്യ സർവീസ് നടത്തുക. 2030 എമിറേറ്റിലെ ഗതാഗത സംവിധാനത്തിൽ 25% സ്വയം നിയന്ത്രിത ഡ്രൈവിംഗ് മാർഗങ്ങളിലേക്ക് മാറുക എന്നതാണ് എയർ ടാക്സി സംവിധാനത്തിലൂടെ ദുബായ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ഉമായുള്ള താരിഫ് യുദ്ധം കാനഡയെ മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന സാമ്പത്തിക വിദഗ്ധർ. അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ പദ്ധതി മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ച കുറയ്ക്കുമെന്നും നിരീക്ഷണം. കനേഡിയൻ സമ്പദ്വ്യവസ്ഥ കോവിഡിന് ശേഷമുള്ള ഏറ്റവും കടുത്ത ആഘാതത്തെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു താരിഫ് യുദ്ധം തുടരുകയാണെങ്കിൽ മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ഉന്നത സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. കാനഡയിൽ നിന്ന് US വാങ്ങുന്ന ഒട്ടുമിക്ക സാധനങ്ങൾക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 25% താരിഫുകൾ നേരിടേണ്ടി വരും. അതേസമയം അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പദ്ധതിയും മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയെ 2 മുതൽ 4% വരെ കുറയ്ക്കും. 2025 1.8% വളർച്ചയാണ് കാനഡ പ്രതീക്ഷിക്കുന്നത്. ഇതിന് താരിഫുകൾ തിരിച്ചടി നൽകിയേക്കും. ബാങ്ക് ഓഫ് കാനഡയുടെ 2% ലക്ഷ്യത്തേക്കാൾ വേഗത്തിൽ ഉപഭോക്തൃ വിലകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലില്ലായ്മ നിരക്ക് ഉയരുമെന്നും കനേഡിയൻ ഡോളർ കൂടുതൽ ദുർബലമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. US താരിഫുകളും കാനഡയുടെ കൗണ്ടർ ലെവികളും കനേഡിയൻ GDP വളർച്ചയെ ഏകദേശം 2% പോയിന്റ് കുറയ്ക്കുമെന്ന് ചീഫ് ഇക്കണോമിസ്റ്റ് ഡഗ്ലസ് പോർട്ടർ പറഞ്ഞു. പ്രഖ്യാപിത താരിഫുകൾ 1 വർഷത്തേക്ക് നിലനിൽക്കുകയാണെങ്കിൽ സമ്പദ്വ്യവസ്ഥ ഒരു മിതമായ മാന്ദ്യത്തിന്റെ അപകട സാധ്യത നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ലേക്ക് ആസ്ഥാനം മാറാൻ ആഗ്രഹിക്കുന്ന കമ്പനികളെ പിന്തുണയ്ക്കുമെന്ന് തായ്വാൻ. ട്രംപിന്റെ താരിഫ് ഭീഷണികൾ മെക്സിക്കോയിലും ചൈനയിലും ഫാക്ടറികളുള്ള തായ്വാനിലെ കമ്പനികൾക്ക് തിരിച്ചടിയാകും. മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25%, ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് 10% അധിക നികുതി ചുമത്താനുള്ള ട്രംപിന്റെ ഉത്തരവുകൾ തായ്വാനീസ് കമ്പനികൾക്കും തിരിച്ചടിയായി. വ്യാപാര യുദ്ധം ആഗോള വളർച്ചയെ സാരമായി ബാധിക്കുമെന്ന് നിക്ഷേപകർ ഭയപ്പെടുന്നു. അർദ്ധചാലകങ്ങൾ, ഇലക്ട്രോണിക്സ് ഭാഗങ്ങൾ തുടങ്ങിയ സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന നിർമ്മാതാക്കളാണ് തായ്വാൻ. മെക്സിക്കോയിലും ചൈനയിലും തായ്വാനിലെ കമ്പനികൾക്ക് ഫാക്ടറികൾ ഉള്ളതിനാൽ ഇറക്കുമതി ചെയ്യുന്ന ചിപ്പുകൾക്ക് താരിഫ് നേരിടേണ്ടി വരും. പുതിയ US താരിഫുകൾ ബാധിച്ച കമ്പനികളെ സഹായിക്കുന്നതിനുള്ള നടപടികളാണ് തായ്വാൻ സാമ്പത്തിക മന്ത്രാലയം കൈക്കൊള്ളുന്നത്. കമ്പനി ആസ്ഥാനങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധ്യമായ US സംസ്ഥാനങ്ങൾ, പ്രാദേശിക നിയമങ്ങൾ, പങ്കാളികളെ കണ്ടെത്തുന്നതിനുള്ള സഹായം എന്നിവ പോലുള്ള വിവരങ്ങൾ നൽകുമെന്ന് സാമ്പത്തിക മന്ത്രാലയം പറഞ്ഞു. വടക്കേ അമേരിക്കയിലെ ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാഖകൾ തായ്വാൻ US കമ്പനികൾ തമ്മിലുള്ള ഗവേഷണവും വികസനവും നിർമ്മാണ സഹകരണവും സജീവമായി പ്രോത്സാഹിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GCC രാജ്യങ്ങളിലെ താമസക്കാർക്ക് ട്രാൻസിറ്റ് ടൂറിസ്റ്റ് വിസയിലും ഇനി ഉംറ നിർവഹിക്കാം. ഉംറ അനുഷ്ഠാനങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കുന്നതിന് ഇത് സഹായകരമാകും.
GCC രാജ്യങ്ങളിലെ താമസക്കാർക്ക് ഉംറ വിസ കൂടാതെ ട്രാൻസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസയും ഉൾപ്പെടെയുള്ള എളുപ്പ വഴികളിലൂടെ ഉംറ ചടങ്ങുകൾ നടത്താമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വെളിപ്പെടുത്തി. GCC നിവാസികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മദീനയിലെ പ്രവാചക മസ്ജിദിൽ അൽ റൗദ അൽ ഷരീഫ് സന്ദർശിക്കുന്നതിന് നുസൂക്ക് ആപ്ലിക്കേഷൻ വഴി മുൻകൂർ ബുക്ക് ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചു. 2024 രാജ്യത്തിന് പുറത്തു നിന്നുള്ള 1 കോടിയിലധികം തീർത്ഥാടകർ ഉംറ നിർവഹിച്ചു. പ്രത്യേക തീയതികളിലുള്ള ഹജ്ജിൽ നിന്ന് വ്യത്യസ്തമായി വർഷം മുഴുവനും മക്കയിലേക്കുള്ള തീർത്ഥാടനമാണ് ഉംറ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ എയർലൈനുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇൻഡിഗോ മാത്രം. 19ാം സ്ഥാനമാണ് ഇൻഡിഗോ എയർലൈന് ലഭിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഗുരുതരമായ സംഭവങ്ങൾ, അപകടനിരക്ക്, റെഗുലേറ്ററി ഓഡിറ്റുകൾ, പൈലറ്റ് പരിശീലന നിലവാരം, സാമ്പത്തിക സ്ഥിരത എന്നിവയുൾപ്പെടെ വിവിധ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് എയർലൈനുകളെ വിലയിരുത്തുന്നത്. 400 എയർലൈനുകളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്ന് ഇൻഡിഗോ മാത്രമാണ് സുരക്ഷിത എയർലൈനുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. ആദ്യ 25-ൽ 5 US കാരിയറുകൾ ഇടം പിടിച്ചു. ഏറ്റവും സുരക്ഷിതമായ എയർലൈനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹോങ്കോങ് എക്സ്പ്രസ് ആണ്. ഹോങ്കോങ് കാരിയറായ കാത്തി പസഫിക്കിന്റെ അനുബന്ധ സ്ഥാപനമാണ് ഇത്. താരതമ്യേന കുറ്റമറ്റ റെക്കോർഡാണ് ഈ എയർലൈൻ നിലനിർത്തുന്നത്. ഈ വർഷം ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന പുതുമുഖം കൂടിയാണ് ഹോങ്കോങ് എയർലൈൻ. ജാപ്പനീസ് വിമാന കമ്പനിയായ സിപ്പയർ, UK എയർലൈൻ ജെറ്റ്2, ലാത്വിയൻ വിമാന കമ്പനിയായ എയർ ബാൾട്ടിക് എന്നിവയാണ് ഈ വർഷം റാങ്കിൽ ചേരുന്ന മറ്റു പുതുമുഖങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ പുതിയ ഇൻഷുറൻസ് നിയമം ഫെബ്രുവരി 15 മുതൽ പ്രാബല്യത്തിൽ വരും. ഇനി ഇടനിലക്കാരെ ഒഴിവാക്കി ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പണമടയ്ക്കാം. പ്രീമിയം ശേഖരിക്കാൻ ബ്രോക്കർമാരെ സെൻട്രൽ ബാങ്ക് ഓഫ് UAE അനുവദിക്കുന്നു. എന്നാൽ പോളിസി ഉടമകൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നേരിട്ട് പണമടയ്ക്കാൻ സൗകര്യം ഒരുക്കുന്നത്. ഇതുമൂലം കാലതാമസവും സാമ്പത്തിക തിരിമറിയും ഒഴിവാക്കാനാകും. ഇൻഷുറൻസ് കമ്പനികളുടെ വെബ്സൈറ്റ് മുഖേന ഇതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ലെയിമുകളും പ്രീമിയം റീഫണ്ടും കമ്പനികളിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിന് ലഭിക്കും. ലൈസൻസുള്ള പ്രൊഫഷണലുകൾ മാത്രമേ ഇൻഷുറൻസ് സേവനത്തിൽ ഏർപ്പെടാവൂ എന്നും നിബന്ധനയുണ്ട്. ഉപഭോക്താക്കൾ പണമിടപാട് നേരിട്ട് നടത്തുന്നതിനാൽ മറ്റു ജോലികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബ്രോക്കർമാർക്ക് സാധിക്കും. ഇൻഷുറൻസ് അടയ്ക്കുന്നവരുടെ ഡാറ്റ 10 വർഷത്തേക്ക് സൂക്ഷിക്കണമെന്ന നിബന്ധനയും പുതിയ നിയമത്തിലുണ്ട്. പുതിയ തീരുമാനത്തിലൂടെ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.